ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നീറ്റിൻ്റെ റിവ്യൂ ഇട്ട സമയത്ത് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് വലിയ വലിയ കമൻറ്റ്സ്, ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന വലിയ വലിയ കമൻറ്റ്സാണ് വന്നത്. അപ്പോൾ അതിനൊന്നും എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് നമ്മൾ സംസാരിക്കുന്നതും എഴുതുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലാസ്റ്റ് വരെ കാണണം. കാരണം ഒരു കമൻറ്റ് അതെനിക്ക് ഞാൻ പറയാം, വെയിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമൻറ്റിലേക്ക് പോവാം. ഇത് വായിച്ചപ്പോൾ എനിക്ക് നല്ല റിലാക്സ്ഡ് ആയി. ആൻഡ് പേര് വായിക്കാം. ഇറ്റ്സ് മീ XDGA, അങ്ങനെ എന്തൊരു പേരാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. Just leave the loop. No profession is better than your mental health. Don't consider this 3 years as waste. It is a lesson. You became more mature during these years, and if you survive NEET, you can handle any situations in life. If you have any issues in house, consider staying in hostel for your future studies. അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. It will change your parents' overall behavior towards you, I swear. And just because you lost hope in this NEET, don't try this for another year. Just avoid every toxicity from your life. All the best. You deserve so much happiness and create more interesting content for YouTube. We'll always support you. ആൻഡ് ഈ ഒരു കമൻ്റ് ഇട്ട വ്യക്തിക്ക് ഒരുപാട് താങ്ക്സ്. ഓക്കെ, ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതായത് 3 വർഷം ഞാൻ ഡ്രോപ്പ് ചെയ്ത് 3 വർഷം ഡ്രോപ്പ് ചെയ്ത് അതെൻ്റെ ലൈഫിൽ ഏറ്റവും വേസ്റ്റാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ എസ്പെഷ്യലി മൈ ഫാദർ ഓൾസോ. അദ്ദേഹം പോലും പറയുന്നത്, എന്തിനാണ് മോളെ നീ 3 വർഷം കളഞ്ഞത്, നിനക്ക് വേറെ എന്തെങ്കിലും പോയിക്കൂടെ, വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, ജസ്റ്റ് ലീവ് ദാറ്റ്, അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഈ 3 വർഷം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറേ അനുഭവങ്ങൾ, കുറേ പാഠങ്ങൾ ഇതിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏതൊരു സിറ്റുവേഷനും കാരണം അത്രയും ടെൻഷൻ അടിച്ച്, ഓരോ ദിവസവും ടെൻഷൻ അടിച്ച് ഒരു പ്രഷർ കുക്കറിൽ ജീവിക്കുന്ന എനിക്ക്, അതായത് എത്ര വലിയ കാര്യം വന്നാലും കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം പോലും വരില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ 3 വർഷം വേസ്റ്റാക്കി എന്നുള്ളത്. യെസ്, ഓഫ് കോഴ്സ് ഇത് എനിക്ക് നല്ലൊരു ലെസണാണ്, എൻ്റെ ജീവിതത്തിലെ നല്ലൊരു പാഠമാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഞാനത് ഈ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് ഹോസ്റ്റലിൽ നിന്നാൽ മതി. പിന്നെ അത് പൈസേൻ്റെ കുറച്ച് ഇഷ്യൂ, പിന്നെ എനിക്ക് കുറേ ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല. എസ്പെഷ്യലി ഇത്രയും ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം എനിക്കങ്ങനെ കമ്പൈൻ സ്റ്റഡിയോ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ കൂടെ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് പോസിബിൾ അല്ല. എനിക്ക് ഒറ്റയ്ക്ക് വായിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഹോസ്റ്റലിൽ പോകാമെന്ന് പറയുന്നത്, നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ സിംഗിൾ റൂം കിട്ടുമോ അല്ലെങ്കിൽ 2 പേരുള്ള റൂം കിട്ടുമോ എന്നുള്ളതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ റൂം എന്നെക്കൊണ്ട് എൻ്റെ വീട്ടുകാർക്ക്, അതായത് എൻ്റെ വീട്ടുകാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. സോ എന്നെ അതിന് വിട്ടിട്ടില്ല. പക്ഷേ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എടുക്കുന്ന ഏത് കോഴ്സായാലും ഞാനത് ഹോസ്റ്റലിൽ നിന്നിട്ടേ പഠിക്കുള്ളൂ. കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അത് ഫ്രീഡം കിട്ടാനോ അല്ലെങ്കിൽ എന്ത് തോന്നിയാസം ചെയ്യാനോ ഒന്നുമല്ല. എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് സ്വയം ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിക്കണം എന്നുള്ള എനിക്ക് തന്നെ തോന്നിയൊരു കാര്യമാണ്. ജീവിതത്തിലെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടായിരിക്കും ഇനിയിപ്പോൾ അത് എന്ത് പഠിച്ചാലും ഞാനത് ഹോസ്റ്റലിൽ നിന്നിട്ടേ ചെയ്യുള്ളൂ. കാരണം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇങ്ങനെ ലോ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈ 3 വർഷം സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഡ്രോപ്പ് എടുക്കുമോ എന്നുള്ളതാണ് കുറേ പേര് ചോദിച്ചിട്ടുള്ളത്. പാർഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഐ ക്വിറ്റ് നീറ്റ്. ആൻഡ് ഞാൻ ഇനി നീറ്റിന് വേണ്ടിയിട്ട് ഞാൻ 1 വർഷം മാറ്റി വെക്കൂല. കാരണം ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയൊരു ഡ്രോപ്പില്ല. പിന്നെ ഞാൻ ഇടുന്ന കോണ്ടൻറ്റ്, സത്യം പറഞ്ഞാൽ ഞാൻ ക്രാഫ്റ്റ് ഇടുന്നുണ്ട്, റിലേറ്റബിൾ കണ്ടൻറ്റ് ഇടുന്നുണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ റിലേറ്റബിൾ കണ്ടൻറ്റാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയുന്നില്ല. അതായത് ക്രാഫ്റ്റ് ഇട്ടാലാണോ കയറുക, അതോ റിലേറ്റബിൾ കണ്ടൻ്റ് ആണോ, അതോ നോർമൽ ഇതേപോലത്തെ സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോണ്ടൻറ്റ് ഇട്ടാലാണോ കയറുക എന്നുള്ളത് സത്യം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ ഒരു റൈറ്റ് കോണ്ടൻറ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ
എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ പിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഏഞ്ചൽ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്ന് വന്നൊരു കമൻറ്റാണ്. വിഷമിക്കണ്ട, നീ ആഗ്രഹിക്കുന്നതിലും നല്ല പൊസിഷൻ ദൈവം നിനക്ക് തരും. ഞാനും 3rd റിപ്പീറ്റർ ആയിരുന്നു, എനിക്കും കിട്ടിയില്ല. പക്ഷേ ഞാൻ കൺസിസ്റ്റൻ്റായി പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ്. ബട്ട് ഇയാൾ അങ്ങനെയല്ല. സോ എനിക്ക് ആ വേദന മനസ്സിലാക്കാൻ പറ്റും. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഓൾ ഈസ് വെൽ ആൻഡ് വിഷമിക്കണ്ട മുത്തുമണി കരയില്ലേടാന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സോ താങ്ക് യു ഏഞ്ചൽ ദാസ്. ഈ കമൻറ്റ് കണ്ടപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ കമൻ്റ് ഇടാൻ പറ്റുന്ന കുറേ ആൾക്കാർ ഐ തിങ്ക് അത്രയും ആഗ്രഹിച്ച് എന്നെപ്പോലെ തന്നെ സങ്കടം ഉള്ളിൽ പേറി നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഏഞ്ചൽ ദാസ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത്. എനിക്ക് നല്ല ഫീലായി. അപ്പോൾ ഏഞ്ചൽ ദാസിനും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ ഫ്യൂച്ചറിൽ. ആൻഡ് ഗോഡ് ബ്ലെസ് യു. എന്തെനിക്ക് തിരിച്ച് പറയണ്ടേന്ന് അങ്ങനെ അറിയില്ല, അങ്ങനെ പരിചയമില്ല. അപ്പോൾ ലവ് യു. താങ്ക് യു സോ മച്ച് ഏഞ്ചൽ ദാസ്. അടുത്ത കമൻറ്റ് മുഹമ്മദ് നിസാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ID എന്ന് വന്ന കമൻറ്റാണ്. ലൈഫ് ഈസ് ടു ഹാർഡ്. ഞാൻ റിപ്പീറ്റ് ചെയ്തു. BDS മാത്രമേ കിട്ടിയുള്ളൂ. സോ BPharm എടുത്തു. അവിടെയും വിധി അനുകൂലമായില്ല. കോവിഡ് കാരണം 4 years കോഴ്സ് 5 years പഠിക്കേണ്ടി വന്നു. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. പിന്നീട് നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്ത് PG ചെയ്തു. അവിടെ ഗോൾഡ് മെഡലിസ്റ്റാണ്. മൈ ഗോഡ്. വളരെ കഷ്ടപ്പെട്ട് ഒരു കോർപ്പറേറ്റ് ജോബ് കിട്ടി. അവിടെ അവർ എന്നെ കറിവേപ്പില പോലെ ഉപയോഗിച്ചു. ദാറ്റ്സ് സാഡ്. വർക്ക് തന്നെ ക്രെഡിറ്റ് ഹയർ മെമ്പേഴ്സ് എടുക്കും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഒടുവിൽ മെൻ്റൽ ഹെൽത്ത് ഇംബാലൻസ് ആകും എന്ന് തോന്നി റിസൈൻ ചെയ്തു. പിന്നീട് എൻ്റെ ഡ്രീം ജോബായ അസിസ്റ്റൻറ്റ് പ്രൊഫസർ PSC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നന്നായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ബട്ട് നമ്മൾ വീട്ടിലായതുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ലേ എന്നും പറഞ്ഞ് റിലേറ്റീവ്സൊക്കെ പല ആവശ്യങ്ങൾക്കും വിളിച്ചു. അങ്ങനെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ മൊത്തം കുളമായി. സോ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ജോബ് ഒപ്പിച്ചെടുത്തു. ഇനിയൊരു കംബാക്ക് നടത്തണം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ദി ബെസ്റ്റ് യുവർ PSC എക്സാം. ആൻഡ് അതും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ. അപ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇതേപോലെ സ്ട്രെസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നല്ല, അങ്ങനെ തന്നെയാണ്. അതെ, നല്ല സ്ട്രെസ്സായിരിക്കും. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടു അല്ലേ. ആദ്യം BPharm എടുത്തു, കുറേ അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും ഇനി ഭാവിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ദഹാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ID എന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള കമൻറ്റ് കാണുമ്പോൾ എനിക്ക് നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളെന്തായാലും +1 +2 പഠിക്കുന്ന ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒന്നും നമുക്ക് പഠിച്ചത് വെറുതെയാണ്, അല്ലെങ്കിൽ ഈ സൂപ്പർ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചത് വെറുതെ ആണെന്നുള്ളത് നമുക്കൊരിക്കലും വെറുതെ അല്ല. അതായത് ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചിലേക്ക് പോകുന്ന എല്ലാവർക്കും നമ്മൾ +1 +2 പഠിച്ച ആ ഒരു ബേസ് വളരെ ഉപകാരപ്പെടും. ഫിസിക്സും കെമിസ്ട്രീനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം, ഞാൻ അത്രയും ഒബ്സസ്ഡ് ആണ് ഹ്യൂമൻ ബോഡി പഠിക്കാൻ വേണ്ടിയിട്ട്. ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ ബ്ലഡ് കണ്ടാൽ പേടിയുള്ള, അല്ലെങ്കിൽ ബ്ലഡ് കണ്ടാൽ തലറിഞ്ഞു പോകുന്ന ഒരാളൊന്നല്ല ഞാൻ. അതിനൊക്കെ എനിക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എനിക്ക് MBBS എടുക്കണം, എനിക്ക് കുറേ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെ അത്രയും ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സുവോളജിക്ക് നല്ല മാർക്കാണ്. കാരണം അത്രയും ആസ്വദിച്ച് റിസർച്ച് ചെയ്ത് അത്രയും താല്പര്യത്തോടു കൂടി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്യൂച്ചറിൽ ഞാനൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി മെഡിക്കൽ ആൻഡ് ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ എടുക്കും. ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. വേറെ ഒന്നിനും ഞാൻ പോകില്ല എന്നുള്ളത്. കാരണം എനിക്ക് വേറെ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഒരു ഡോക്ടർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നീറ്റ് എഴുതിയിട്ട് മാത്രം ഒരു ഡോക്ടർ ആവണമെന്നില്ല. അതും എത്തിക്സ് ഉള്ള, സമൂഹത്തിനും അവിടെ വരുന്ന പേഷ്യൻസിനും വേണ്ടി ഉള്ള സഹാനുഭൂതിയുള്ള, കരുണയുള്ള ഒരു ഡോക്ടർ ആവാൻ ഒരിക്കലും നീറ്റ് എക്സാം എഴുതിയിട്ട് ഗവൺമെൻറ് സീറ്റ് ലഭിക്കണമെന്നൊന്നുമില്ല. ഇവിടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടൊരു പ്രായപരിധിയില്ല. ഞാൻ എന്നോട് തന്നെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയത്, എന്നെങ്കിലും ഞാൻ മരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ആ ഒരു സ്വപ്നം ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ അതും പറഞ്ഞിട്ട് ഇനി ലൈഫിൽ എപ്പോഴെങ്കിലും അത് നടക്കാതെ പോയി കഴിഞ്ഞാൽ സങ്കടവും. അപ്പോൾ അത്രയും മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു കാര്യം
ഞാൻ ഈ ഭൂമി വിട്ട് എങ്ങും പോകുന്നൊന്നുമില്ല. ഇൻഷാ അള്ളാ മരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഒരു പാതയിലൂടെ പോയിട്ട് മാത്രമേ ഞാൻ മരിക്കുള്ളൂ. നമുക്കിവിടെ കാശുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് പൈസ കൊടുത്ത് വാങ്ങാം. പക്ഷെ കാശില്ലാത്തതിൻ്റെ ഒരേ ഒരു പേരിൽ പണമുള്ളവൻ അത് ദൂർത്തടിച്ച് തീർക്കുമ്പോൾ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെപ്പോലെയുള്ള ആൾക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നു. ഈ MBBS നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾക്ക് പ്രത്യേകിച്ച് പ്രായപരിധി ഇല്ല. അപ്പോൾ എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കല്യാണം എന്ന് പറയുന്നത് 18 വയസ്സായോ അല്ലെങ്കിൽ 18 വയസ്സിന് മുമ്പേ കല്യാണം ഉറപ്പിച്ചു. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്. എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടികളൊക്കെ 2-3 മക്കളുടെ ഉമ്മയായിട്ട് നടക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കിങ്ങനെ സങ്കടം തോന്നും. പഠിക്കേണ്ട ഒരു പ്രായത്തിൽ ഞാനും ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് എവിടെ എത്തിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ലൈഫിൽ കുറേ ലെസൺസ് പഠിച്ച് ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ മക്കളെ നോക്കുക അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്നത് ഒരിക്കലും അത് മോശമല്ല. പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു ആവലാതി, ഞാനെങ്ങാനും അങ്ങനെ ആയിപ്പോവോ, ഒരിക്കലും ഞാനങ്ങനെ ആവില്ല എന്നുള്ള തീരുമാനം ഞാൻ എൻ്റെ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്, എസ്പെഷ്യലി എൻ്റെ ഫാദറിൻ്റെ മുമ്പിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ നാക്ക് കൊണ്ട് മാത്രമാണ്. ഈ ഇങ്ങനെയുള്ള പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പാരൻസ് ഉള്ള ആൾക്കാർക്ക് നാക്ക് മാത്രമേ ഉള്ളൂ ഒറ്റൊരു ആയുധം. അതുകൊണ്ട് പിടിച്ചു നിൽക്കുക, അത്രയേ ഉള്ളൂ. അത് തെറി വിളിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും പിടിച്ചു നിൽക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ തെറി വിളിക്കുന്നതിനെ ന്യായീകരിക്കുന്നതല്ല. പക്ഷേ ആ സമയത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവർക്ക്, പക്ഷെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. ഇനി അടുത്ത കമൻറ്റ് റിസ്വാന റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ വന്നതാണ്. പാർഷ്യൽ ഡ്രോപ്പ് നോക്കുന്നുണ്ടോ എന്നുള്ളത്. പാർഷ്യൽ ഡ്രോപ്പ് നോക്കൂല, പക്ഷേ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എന്നോട് സഹായം ചോദിക്കാം. ഞാൻ ഇനി നീറ്റ് പഠിക്കാൻ പോകുന്ന എല്ലാ നീറ്റ് ആസ്പിരൻസിനും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ. ഇനി അടുത്ത കമൻറ്റ് ദേവ് സിദ്ധ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ വന്നതാണ്. നാട്ടുകാരെ ബന്ധുക്കളെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല ട്ടോ. I am also a repeater on Brilliant Online and same situation as you. ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. Just taking a 1 month break from everything. Yes, just take break. ഇനിയിപ്പോൾ അതായത് നീറ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് കിട്ടാവുന്നതിനൊക്കെ അഡ്മിഷൻ കൊടുക്കുക. ഞാനങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് നോക്കിയിട്ട് ചൂസ് ചെയ്യുക, അതിനെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുക. ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും കോഴ്സിലേക്ക് കയറുന്ന സമയത്ത് വീണ്ടും ഇത്ര സ്ട്രെസ്ഫുൾ അല്ലെങ്കിലും നമ്മൾ നല്ല ബിസി ആവുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് നല്ല എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾ ആ നോർമൽ നമ്മളെ പണ്ടുണ്ടായ ആ ഒരു നമ്മളിലേക്ക് തിരിച്ചു വരും. പിന്നെ തഹാനിയ പർവീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്ന് വന്നത് എബ്രോഡ് നോക്കിക്കൂടി താത്താന്ന്. എബ്രോഡ് നോക്കാൻ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ, ഇല പറിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ കളിയാക്കിയതല്ല കേട്ടോ, ജസ്റ്റ് എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞതാണ്. അപ്പോൾ എബ്രോഡ് നോക്കുന്നില്ല. ഓക്കെ. പിന്നെ ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്, സുവോളജീൻ്റെ അല്ലെങ്കിൽ ബയോളജീൻ്റെ ക്ലാസ് വേണോ, അതിൻ്റെ നോട്ട്സ് വേണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, അമീന ഷെറിൻ. കുറച്ചും കൂടെ ആൾക്കാർ പറയൂ ക്ലാസ് വേണോ. അതായത് എന്നെപ്പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് കഴിവില്ലാണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ട് പഠിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും എന്നിങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അവസാനം നമുക്ക് ആരുമില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് തരും. പിന്നെ തേജന എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ട് ചോദിച്ചത്, ചേച്ചി BDS ഓർ B.Pharm ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ളത്. BDS കിട്ടൂല എന്നുള്ളത് എനിക്ക് ഉറപ്പായി. കാരണം ഇപ്രാവശ്യം കട്ട് ഓഫ് കൂടി. BDSന് അത്യാവശ്യം നല്ല മാർക്ക് വേണമല്ലോ. അപ്പോൾ നോക്കാം, ട്രൈ ചെയ്യാം. ഇനി അടുത്ത കമൻറ്റ് ഷഹ്സാദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന്, ഷഹ്സാദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്ന് വന്ന കമൻറ്റാണ്. ഡിയർ, യു ആർ ഗ്രേറ്റ്. ഡൂയിങ് ദ സെയിം തിങ് ഫോർ 3 years is not something small. If I see someone who is repeating 2 to 3 times, I really appreciate their dedication. As a repeater, I really know how tough it is and how badly we work for it. I want to say something. ചില ചെറിയ ചെറിയ വാക്കുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. 3 വർഷം വേസ്റ്റ് ചെയ്തു എന്നും കേർത്തണ്ട
ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് ആലോയ്ക്ക്. എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഐ വോണ്ട് സേ സംതിങ്, ബാക്കി എനിക്ക് എന്താ മനസ്സിലായിട്ടില്ല കേട്ടോ. LY അതെന്താ എനിക്കറിയില്ല. വേസ്റ്റ് ചെയ്തു എന്നും കേ 3 വർഷം ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് ആലോയ്ക്ക്. ബൈ അവോയ്ഡിങ് ദ ഫോൺ, ദ ഫാമിലി, ദ ഹോബീസ്, ലിറ്ററലി ജസ്റ്റ് തിങ്ക് ഹൗ മച്ച് വിൽ പവർ യു ഹാവ്. ഇത്രയൊക്കെ ചെയ്തിട്ടും പടച്ചോൻ അനക്കത് തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ബിലീവ് ദാറ്റ് ഹീ പ്രിപ്പയർഡ് സംതിങ് ബിഗ് ഫോർ യു ദാൻ ദിസ് വൺ. 3 വർഷം പഠിക്കുക മാത്രമല്ലേ, ദുആ കൂടെ ചെയ്തിട്ടില്ലേ. സോ എന്നിട്ടും വർക്ക് ആയിട്ടില്ലെങ്കിൽ മേ ബി ദർ വിൽ സംതിങ് ഗുഡ് വെയിറ്റിംഗ് ഫോർ യു ആൻഡ് ഐ റിയലി നോ. എത്ര ബാഡ് സിറ്റുവേഷൻക്ക് ആണ് ഈ ഇന്ന്. ഓ ഇത് ഈ എന്നാണോ? ഐ മീൻ മലപ്പുറം ആൾക്കാരാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഈ ബിക്കോസ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താ, ഇതെങ്ങനെ വായിക്കുക? എനിക്ക് ഇങ്ങനത്തെ ഒന്നും വായിച്ച് ശീലമില്ലേ. Because even though I am a repeater, it's take almost 3 days to accept the fact that my hard work did not meet my mark, and it is totally okay. Believe him. Yes. Thank you, Shazu. ആ ചെറിയൊരു സെൻറ്റൻസ് മനസ്സിലായിട്ടില്ല സത്യമായിട്ട്. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇതിലും നല്ലത് കിട്ടും എന്നുള്ളത്. യെസ്, താങ്കൾക്കും കിട്ടട്ടെ. അടുത്ത കമൻറ്റ് അലീഷ ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. എവറിത്തിങ് വിൽ ബി ഫൈൻ അറ്റ് ദ എൻഡ്. എവറിത്തിങ് ഈസ് നോട്ട് ഓക്കെ ഈസ് നോട്ട് ദ എൻഡ്. ഐ എം എൻ ഓൺലൈൻ റിപ്പീറ്റർ ടു. ഐ നോ ദ പെയിൻ ഓഫ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് നീറ്റ് എക്സാം which sacrifice nights and mornings. God will give the best and just trust the process. Yes. എത്ര രാത്രികൾ എത്ര പകലുകൾ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വീണ്ടും അത് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല രീതിയിൽ കമൻറ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും, എൻ്റെ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റിലേക്ക് പോകുന്നത്. ഈ കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ ഓക്കെ, ജസ്റ്റ് ഞാൻ ആദ്യം ഇങ്ങനെ വായിച്ചു തുടങ്ങിയ ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഓക്കെ, നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വായിച്ച ആ ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് പോയപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ചിരിയും വരുന്ന ഒരുമാതിരി ഫുള്ളും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു രീതിയാണ്. ലീവ് നീറ്റ്, യു കാൺ ഡു ഇറ്റ്, ഗിവ് അപ്പ് പ്ലീസ്, ദർ ആർ അതർ തിങ്സ് ടു ഡു. ഓക്കെ, അത്ര വായിച്ചപ്പോൾ ഓക്കെ, എനിക്ക് നല്ല മോട്ടിവേഷനായി. ഓക്കെ, ഞാൻ നല്ല ഹാപ്പി ആയിട്ട് അടുത്ത സെൻറ്റൻസിലേക്ക് പോയേനെ. ഇത്രയും എളുപ്പമുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കമൻ്റ് ഇട്ടേക്കുന്ന ID എന്ന് പറയുന്നത് തന്നെ സ്വന്തം ഐഡൻറ്റിറ്റി പോലും കാണിക്കാൻ വേണ്ടിയിട്ട് ധൈര്യമില്ലാത്ത, സ്വന്തം ഐഡൻറ്റിറ്റി പോലും തിരിച്ചറിയാൻ പറ്റാത്ത നിന്നെ പോലെയുള്ള ഓക്കെ സോൾജിയർ ബോയ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID, ഒരു ഫേക്ക് ID ആണ്, അതെനിക്ക് മനസ്സിലായി. അതിൽ നിന്നാണ് ഈ നാറി കമൻ്റ് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഒരു പണിയില്ലാണ്ട് ചൊറിയും കുത്തി ഇരുന്ന് എല്ലാം അമ്മ ഉണ്ടാക്കുന്നത് വെട്ടി വിഴുങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമോ ദേഷ്യമോ നല്ല വന്നത്. ആദ്യം കമൻറ്റ് വായിച്ചപ്പോൾ ഓക്കെ, എനിക്ക് നല്ല ഓക്കെ, നല്ല മോട്ടിവേഷനായിട്ട് തോന്നി ആ 2-3 സെൻറ്റൻസ് വായിച്ചപ്പോൾ. പിന്നെ ഞാനിങ്ങനെ എന്താ ഉദ്ദേശിച്ചത്, ഞാൻ കമൻറ്റിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് യു മീൻ ബ്രോ എന്ന്. അപ്പോൾ ആദ്യം സ്വന്തം ID എന്ന് വന്ന് കമൻ്റ് ഇടാൻ ഉള്ള ഗട്ട്സെങ്കിലും കാണിക്ക്. അപ്പോൾ ആ നാറിക്ക് എൻ്റെ വക എല്ലാവിധ നന്ദിയും കമൻ്റ് ഇട്ടതിന്. അപ്പോൾ അതിൻ്റെ താഴെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്, നീട്ട് കിട്ടിയവരെക്കാളും പൊട്ടൻഷ്യൽ ഉള്ളവർ കിട്ടാത്തവരിലുണ്ടാകും. ഒരു 3 hour എക്സാമിൽ മെമ്മറി പവർ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിക്ക് എക്സാം ഡേയിൽ എന്തെങ്കിലും നെഗറ്റീവായി വന്നാൽ അല്ലെങ്കിൽ മൂഡ് ശരിയല്ലെങ്കിൽ അത് എക്സാമിനെ ബാധിക്കും. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളെപ്പോലെ നെഗറ്റീവ് അടിക്കുന്നവർ ഫാമിലിയിലുള്ളതും പ്രിപ്പറേഷനെ ബാധിക്കും. യെസ്, ഓഫ് കോഴ്സ്. മുഹമ്മദ് നിസാമ ഒരു കമൻറ്റ് ഇട്ടത്. യെസ്, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, എനിക്ക് പറയാനുള്ളത് ഈ നല്ല ആൾക്കാർക്കായിരിക്കും എന്തെങ്കിലും സംഭവിക്കുക. ഇങ്ങനെയുള്ള റോക്കറ്റുകൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായി. അറ്റ്ലീസ്റ്റ് സ്വന്തം ID നിന്ന് വന്ന് കമൻ്റ് ഇടാനുള്ള ഗട്ട്സ് പോലും കാണിക്കാണ്ട്, സ്വന്തം ഫേസ് പോലും കാണിക്കാനുള്ള ധൈര്യം ഇല്ലാണ്ട്. അപ്പോൾ താങ്ക് യു. ചേച്ചി എന്തെങ്കിലും റോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇനി അടുത്ത വീഡിയോ കാണുമെന്ന് അറിയില്ല. ഇതിനേക്കാളും പച്ചത്തെറി കേൾക്കേണ്ടാത്തവരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അങ്ങനെ കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഒരു നോർമൽ കുട്ടി അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് മെൻ്റലി. സോറി, ഞാൻ കുറച്ച് മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അപ്പോൾ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിനോടെല്ലാം സോറി. നല്ലൊരു ബ്രേക്ക് എടുത്ത് അടിച്ച് പൊളിക്കുക ഇനിയുള്ള എന്തായാലും എല്ലാ കോഴ്സിനും അഡ്മിഷൻ തുടങ്ങാൻ ഏകദേശം ഒരു ജൂൺ ലാസ്റ്റ് ഒക്കെ ആവും. അപ്പോൾ അതുവരെ അടിച്ച് പൊളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം.